നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2016 കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പെനാൽറ്റിയും മിസ്സാക്കി ടീമും തോറ്റു തുന്നമ്പാടി കരഞ്ഞ് കലങ്ങി ഒരു നിൽപ്പായിരുന്നു. ആ ചിത്രം ഇന്നും ആരാധകരുടെ ഇടനെഞ്ചിൽ വേദനയായിട്ട് കിടപ്പുണ്ട്. ലിയോ മെസ്സിയുടെ കാര്യമാണ് പറയുന്നത്. മെസ്സി പ്രഖ്യാപിച്ചു, ഇനിയില്ല, ഇനി ഇത് സഹിക്കാൻ വയ്യ, ഈ ഹാർട്ട് ബ്രേക്കുകൾ വയ്യ, അതിനി സഹിക്കാൻ വയ്യ. അദ്ദേഹം വിരമിക്കലങ്ങ് പ്രഖ്യാപിച്ചു. അർജന്റീൻ ദേശീയ ടീമിന് വേണ്ടി ഇനി കളിക്കാനില്ല. ഫുട്ബോൾ ലോകം ഞെട്ടി. ലോകത്തെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ, എന്ത് പ്രമുഖരിടും, പ്രമുഖരും അപ്രമുഖരും അപ്രസക്തരുമായവരൊക്കെ അച്ചു നിരത്തി. ഇതാ ഫുട്ബോൾ മാന്ത്രികൻ ഇനി ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു യുഗം അവസാനിക്കുന്നു. പക്ഷേ അങ്ങനെ അങ്ങ് വീട്ടിലിരിക്കാൻ പറ്റുമായിരുന്നു മെസ്സിക്ക്? ഉള്ളിൻ്റെ ഉള്ളിൽ ദേശീയ ടീമിനോടുള്ള സ്നേഹം നുരഞ്ഞു പതഞ്ഞൊഴുകുമ്പോഴും വേദനയോടുകൂടി വിടവാങ്ങിയ ആ മനുഷ്യൻ പിന്നീട് തീരുമാനം മാറ്റി എന്നല്ല, പിന്നെ ഒരു വരവായിരുന്നു. 2018 വേൾഡ് കപ്പിൽ തോറ്റു, ശരി. വീണ്ടും പരിശ്രമത്തിനൊടുവിൽ 2021 കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടുകൊണ്ട് ദേശീയ ടീമിനോടൊപ്പം ഒരു കിരീടമെന്ന സ്വപ്നം അവിടെ യാഥാർത്ഥ്യമാക്കിയതോടെ വലിയൊരു ഭാരമാണ് അങ്ങ് ഒഴിവാക്കി വെച്ചത്. പിന്നീട് ഫൈനലിസിബായിലെ കിരീടവും കഴിഞ്ഞിട്ട് വേൾഡ് കപ്പിൽ 2022 മുത്തമിട്ടിട്ട് അവിടെ നിർത്തിയോ? ഇവിടെ നിർത്താൻ വീണ്ടും അടുത്ത കോപ്പ അമേരിക്കയിൽ കിരീടം ചൂടുന്നതല്ലേ 2024 നമ്മൾ കണ്ടത്. ലിയോ മെസ്സി ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ്. തൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ, ലൂസു ടിവിക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ 2016 ആ വിരമിക്കലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചു, എനിക്കിനി ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ ആ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇനി ദേശീയ ടീമിലേക്ക് മടങ്ങി വരില്ല എന്ന് അന്നെടുത്ത തീരുമാനത്തിൽ പിന്നീട് ഞാൻ ഖേദിച്ചു. കാരണം മത്സരങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തിരികെ വരണമായിരുന്നു. പക്ഷേ ദൈവത്തിന് നന്ദി, ഞാൻ തിരികെ വന്നു. ആളുകൾ എന്ത് പറയുന്നു എന്നത് ഞാൻ ഒരു തരത്തിലും വില കൊടുത്തില്ല. പറയുന്നവരങ്ങ് പറയട്ടെ. തീർച്ചയായിട്ടും ഇത് കൃത്യമായൊരു എക്സാമ്പിളല്ലേ, ബെസ്റ്റ് എക്സാമ്പിളല്ലേ, നിങ്ങൾ ഒരിക്കലും പിൻവാങ്ങരുത് എന്നുള്ളതിൻ്റെ എക്സാമ്പിളല്ലേ. കാരണം എന്ത് തന്നെ സംഭവിച്ചാലും നെവർ ഗിവ് അപ്പ് ആൻഡ് കീപ് ട്രൈയിങ്. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, എന്ത് തന്നെയാണെങ്കിലും. കാരണം അതാണ് ജീവിതം. അവസാനം എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടില്ലേ. നമുക്ക് ഇടി കിട്ടാം, താഴെ വീഴാം, വീണ്ടും എഴുന്നേൽക്കുക, വീണ്ടും താഴെ വീഴാം, വീണ്ടും എഴുന്നേൽക്കുക. അത് വർക്കാവുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ പരിശ്രമിക്കും. ഇനിയിപ്പോൾ വർക്കായില്ലെങ്കിലോ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാമല്ലോ, സാധ്യമായതൊക്കെ ചെയ്തു. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി, എൻ്റെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധ്യമായതൊക്കെ ചെയ്തു എന്നെങ്കിലും പറയാമല്ലോ. സോ ഞാൻ തിരികെ വന്നു. പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റി. ഞാൻ ഏറെ സന്തോഷവാനാണ് എന്നാണ് ആ ഒരു വിരമിക്കലിനെ കുറിച്ച് ലിയോ മെസ്സി ഇപ്പോൾ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.